ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലേഡീസ് ഓൺലി നമ്മളൊരു ട്രിപ്പ് പോയ വീഡിയോ കേട്ടോ, മൂന്നാറിലോട്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പോയത്. അപ്പോൾ എൻ്റെ സൗണ്ട് പറ്റേ പോയിരുന്നു, അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോൾ സൗണ്ടൊക്കെ റെഡി ആയപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പത്തരയായപ്പോഴേക്കും നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 4:30 ആയപ്പോൾ നമ്മളുടെ ഇവിടെ എത്തിയിട്ട് അടിമാലി. ഇവിടെയാണ് നമ്മൾ ഫ്രഷപ്പിനായിട്ട് കയറിയത്. നല്ല അടിപൊളി റൂം തന്നെയായിരുന്നു നമുക്ക് ഫ്രഷപ്പ് ആവാൻ വേണ്ടി എടുത്തുന്നത്. നല്ല സൂപ്പർ റൂമായിരുന്നു കേട്ടോ. പിന്നെ ഇവരുടെ ഒരു കോർഡിനേഷൻ അത് എടുത്ത് പറയേണ്ടത് തന്നെയായിരുന്നു. വെൽ പ്ലാനഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് സമയത്തിന് എന്താ പറയുക സ്ഥലങ്ങൾ കാണാനൊക്കെ പറ്റി. ഇവിടെയായിരുന്നു നമ്മൾ റൂം എടുത്തത്. അപ്പോൾ ഞാൻ പറയാൻ മറന്നു, ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മാത്രമുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ, ലേഡീസ് ഓൺലി. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അഡ്മിൻ ഇതാണ് നമ്മുടെ ഷാനിത്ത അഡ്മിൻ, അറിയായിരിക്കും. നമ്മുടെ ഇഫ്താർ മീറ്റിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഷാനിത്തയ്ക്കും പിന്നെ ഒഫീഷ്യൽ അഡ്മിൻ അവരുടെ ഹസ്ബൻഡിനും സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. കാരണം എത്ര അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ അത്. നമുക്ക് എന്താ പറയുക, നമുക്ക് നൽകിയിട്ടുള്ള ഇതുപോലുള്ള ഫ്രഷപ്പിനുള്ള റൂം, അതുപോലെ തന്നെ നമ്മളൊരു ട്രിപ്പ് അടിപൊളിയാണെന്ന് എപ്പോഴും എടുത്ത് പറയുക എന്തുകൊണ്ടാണ് ആ ട്രിപ്പിൻ്റെ ഓള് നോക്കിയിട്ടല്ലേ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അടിപൊളി ട്രിപ്പായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയും വീണ്ടും ട്രിപ്പുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ എന്തായാലും പോകണം. നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെയാണ് നമ്മൾ ഫ്രഷപ്പൊക്കെ ആയി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ റൂം എടുത്തതെന്ന് പറഞ്ഞല്ലോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫ്രഷപ്പ് ചെയ്താൽ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അടിമാലി എത്തിയിട്ടോ. പിന്നെ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളെയൊക്കെ കാണാൻ പറ്റി, അതും ഭയങ്കര സന്തോഷം. ഒരുപാട് ആൾക്കാർ, ഒരുപാട് മോഡൽസിൻ്റെ ഫീൽഡിലും അതുപോലെ ബ്യൂട്ടീഷ്യന്മാരും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഈ സഫീർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കയറുകയാണ്. അപ്പോൾ രാവിലെ 6 മണി ആയിട്ടുള്ളൂ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. നമ്മൾ വന്ന ദിവസം എടുത്ത് പറയണം, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മഴയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് പറയേണ്ടതായിരുന്നു. കാരണം നമ്മൾ ട്രിപ്പിൽ നല്ല എവിടെയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അത് അടിപൊളി ആയാലല്ലേ നമുക്ക് എന്താ പറയുക ഒരു എനർജറ്റിക് ആവുള്ള ആ ദിവസം. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇവർ നൽകിയത്. നോക്കി നിങ്ങൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പൂരി, പൊറാട്ട, വെള്ളപ്പം, പിന്നെ പുട്ട്, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പിന്നെ 3-4 ഐറ്റം കറിയും. ഞാനിതിൽ എടുത്തത് ഒരു പൂരിയും പൊറാട്ടയും. പൂരി ഞാൻ സത്യസന്ധമായിട്ട് പറയണം, ഒരുപാട് സ്ഥലത്തുനിന്ന് പൂരി കഴിച്ചിട്ടുണ്ട്. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പൂരി കഴിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കറി ഉണ്ടായിരുന്നു, മുട്ടക്കറിയും പിന്നെ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫുഡ്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഫുഡിൻ്റെ തന്നെയാണ്, അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ കേസ് നമ്മളുടെ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ട് നമ്മളുടെ ട്രിപ്പ് വീണ്ടും തുടങ്ങുകയാണ്. മൂന്നാറിലേക്ക് പോയി മൂന്നാറിൽ എത്തിയിട്ടുണ്ട്. മൂന്നാർ ടൗൺ എത്തുന്നതിന് തൊട്ട് മുന്നേയുള്ള സ്ഥലങ്ങളാട്ടോ അത്. അവിടെ എത്തിയപ്പോൾ തന്നെ എന്താ പറയുക, മൂന്നാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്ഥലവും ഒരുപാട് പേർ പോയിട്ടുണ്ടാവും. പോയവർ തന്നെ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് മൂന്നാർ. ഞാനും ഇതിന് മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ മൂന്നാറിൻ്റെ ആ ഒരു ഭംഗി, മൂന്നാറിൻ്റെ എന്താ പറയുക ആ പ്രകൃതി രമണീയത, അത് ശരിക്കും നമ്മൾ കണ്ടെന്നെ അറിയാം. നമ്മൾ എത്ര ക്യാമറയിലൊന്നും പകർത്താൻ വിചാരിച്ചാലും നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ശരിക്കും രാവിലെ തന്നെ മനസ്സിന് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് കൊടുക്കുന്നൊരു സീൻ തന്നെയാണ് കേട്ടോ. ഈ തേയിലത്തോട്ടങ്ങളും പിന്നെ ഒരുപാട് പച്ചവിരിച്ച തേയിലത്തോട്ടങ്ങളും പിന്നെ മലനിരകളും ഒക്കെ ആയിട്ട് ഞാൻ ഒരുപാട് അങ്ങനെ വിവരിക്കുന്നില്ല. എന്താ പറയുക, നമ്മൾ ശരിക്കും നല്ല മനസ്സും നമ്മുടെ ശരീരം ഒരുപോലെ കൂളാക്കുന്നൊരു സ്ഥലമാണ്.
ഗൈസ് നമ്മളുടെ മൂന്നാറിലെ ഫസ്റ്റ് സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നല്ലൊരു ഗാർഡൻ കാണാനാണ് പോയത്. നല്ല സൂപ്പർ ഗാർഡൻ ആയിരുന്നു. അത് നോക്കുക, അവിടുത്തെ ഒരു ക്ലൈമറ്റും പിന്നെ ഇവിടെയുള്ള ഈ ഒരു സീനറി ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് പറഞ്ഞ പോലെ ഗാർഡനിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ചെറിയൊരു എൻട്രി ഫീ ഒക്കെ ഉണ്ട്. അഡൾട്ട്സിന് 50 പിന്നെ കുട്ടികൾക്ക് 20 തോന്നുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇവരാണ് എടുത്തത് കേട്ടോ. നമ്മളെ കൊണ്ടുവന്ന് നമ്മൾ അഡ്മിൻസാണ് നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിങ്ങനെ കൂടുതൽ ഡയലോഗ് അടിക്കുന്നില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ കാണുക കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നവരെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബിൻ്റെ കൂട്ടത്തിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണം ഒന്ന് അമർത്തിയിട്ട് അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമായത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചധികം നടന്ന് കാണാൻ തന്നെ ഉണ്ട്. ഞങ്ങളെല്ലാം നടന്നു പോയത്. ഇവിടെയൊക്കെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആട്ടോ. ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുക. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ താഴേക്ക് പിന്നെ നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടെയാണ്. നല്ല അടിപൊളി ഗാർഡൻ, നല്ല ഇഷ്ടമായി. രാവിലെ തന്നെ ഒരു ഗാർഡൻ ആയപ്പോൾ ഒന്നും കൂടെ എന്താ പറയുക, മനസ്സൊക്കെ ഒന്ന് അടിപൊളിയായി, നല്ല ഹാപ്പി ആയിട്ടോ. അപ്പോൾ അത് നമ്മൾ നടന്ന് ഏകദേശം തീരാറായിട്ടുണ്ട്. കുറച്ചൊക്കെ കൂടുതൽ നടക്കാണ്ട്, ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇവിടെ സെയിലിങ്ങും ഉണ്ട് കേട്ടോ. വിത്തുകളും തൈകളൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻഡ് കണ്ടോ. പക്ഷെ അതിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല, തിരിച്ചിട്ട് തന്നെ നമ്മൾ കയറണം. തിരിച്ചിട്ട് അത്രയും ദൂരം നടക്കേണ്ട, ഷോർട്ട് ഉണ്ട്. പക്ഷെ ആ ഗേറ്റ് അവർ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുക കേട്ടോ. അങ്ങനെ നമ്മളിതാ ബസ്സിലേക്ക് തിരിച്ച് നടക്കുന്ന വഴി ഇവിടെ അടുത്തൊരു റിപ്പിളിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഒരു എന്താ പറയുക, ടീ ഫാക്ടറീൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. റിപ്പിൾസിൻ്റെ ടീയും പിന്നെ പല ടൈപ്പിലുള്ള ചായപ്പൊടി, പിന്നെ കോൾഡ് കോഫി ഉണ്ടാക്കുന്നതും കോൾഡ് ടീ ഉണ്ടാക്കുന്നതും, കോഫി ഇല്ല സോറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ അവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങി. പിന്നെ എനിക്ക് ചായത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. വേറെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ചായ ഞാൻ അധികം അങ്ങനെ കുടിക്കാറില്ല, അതുകൊണ്ട് തന്നെ. പക്ഷേ ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു സ്മെല്ല് കേട്ടോ. എന്താ പറയുക, നല്ലൊരു തേയില, എന്തിൻ്റെ സ്മെല്ലാണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ അടിപൊളി സ്മെല്ലായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു വ്യൂ പോയിൻ്റ്, വ്യൂ പോയിൻ്റിലൊരു ഡാമാണ് ഇവിടെ ഉള്ളത്. ഇതാ കണ്ടോ, ഈ ഡാമിൻ്റെ ഇവിടെ തന്നെ ഒരു ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയില്ല, ജസ്റ്റ് ഡാമിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ട്. പിന്നെ കാര്യമായിട്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ബസ്സിലോട്ട് തന്നെ കയറി കേട്ടോ. ഇവിടെ വഴിയിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ, ഇങ്ങനെ പല കച്ചവടക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ മൂന്നാർ കൊടൈക്കനാലൊക്കെ പോയുള്ള മെയിൻ ഐറ്റംസ് ഉണ്ട്. അതുപോലെയുള്ള പാനിപ്പൂരി, പൊട്ടാറ്റോ, പിന്നെ മാങ്ങ ഉപ്പും മുളകും ഇട്ടതും, പിന്നെ അതുപോലെ എസ്പെഷ്യലി ആയിട്ടുള്ള ഒന്നാണ് കമ്പം. അതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വഴിയോര കച്ചവടക്കാരൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഞാൻ എടുത്തു പറഞ്ഞു, നമ്മൾ പോയ ദിവസം നമ്മൾ റെഡ് അലർട്ടുള്ള അന്നായിരുന്നു പോയത്. പക്ഷേ ഒരുപാട് പേടിച്ചിട്ടാണ് പോയത്. പക്ഷേ അൽഹംദുലില്ലാ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. മഴയൊന്നും ഇല്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞ മഴയുള്ളായിരുന്നു. അപ്പോൾ അത് വലിയൊരു കാര്യമായി. കാരണം നമുക്ക് ട്രിപ്പ് മാറ്റി വെക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നുമില്ല. നല്ല ക്ലൈമറ്റ് പറഞ്ഞാൽ നല്ല നടന്ന് കാണാനായിരുന്നു. ഈ സമയത്ത് നമ്മളിവിടേക്ക് എത്തിയപ്പോൾ ഏകദേശം ഒരു 10:30-11 മണി എങ്ങാനും ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് നല്ല വെയിലാട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ മൂന്നാറിൽ പോയി എല്ലാവരും ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്, നമ്മുടെ എക്കോ പോയിൻ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നെക്സ്റ്റ് വന്നത്. ഇവിടെ ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബോട്ടിൽ കയറണമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും കുറേ നേരം അവിടെയൊക്കെ വിസിറ്റ് ചെയ്തിരുന്നപ്പോൾ പിന്നെ നമ്മൾ തൽക്കാലം ബോട്ടിൽ കയറിയില്ല. അഡ്മിൻസ് നമ്മളോട് ഒരുപാട് പറഞ്ഞു ബോട്ടിൽ കയറിക്കൊള്ളുന്ന, ഒരുപാട് നിർബന്ധിച്ചു. പക്ഷെ ഞങ്ങളായിട്ട് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോൾ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു. ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്കോ ആണല്ലോ, നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ച് ഇങ്ങോട്ട് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുറേ റീൽസൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തോട്ടോ. പിന്നെ ഇവിടെ ഫോട്ടോ എടുത്തു തരാനൊക്കെ ആൾക്കാരുണ്ട്. ഫോട്ടോ എടുത്തു തരാനും പിന്നെ കുറഞ്ഞ പ്രൈസേ ഉള്ളൂ. അതപ്പോഴത്തേന് നമ്മൾ ഫോണിലേക്കൊക്കെ ആക്കിത്തരും ഫോട്ടോ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഇതിന് മുന്നേ ലേഡീസ് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും എൻജോയ് ചെയ്ത ട്രിപ്പ് വേറെ ഇല്ല കേട്ടോ. കാരണം നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ ഫ്രഷപ്പിൻ്റെ കാര്യത്തിലായാലും ഒക്കെ അടിപൊളിയായിരുന്നു. ഒന്നിനും നമുക്ക് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അത്രയും നേരത്തെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തിനാ അത്ര നേരത്തെ ഫ്രഷപ്പ് ആവുന്നത്. പക്ഷേ അവരെത്രയും എന്താ പറയുക, നമ്മൾ നിർബന്ധിച്ച് ഇറങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നേരത്തെ ഇവിടെ എത്തി ഒരുപാട് നേരം ഓരോ സ്ഥലത്തും സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ. അതിന് ഞാൻ പറഞ്ഞല്ലോ, സ്പെഷ്യലായിട്ടും നമ്മുടെ കോർഡിനേറ്റേഴ്സ്, നമ്മുടെ അഡ്മിനോട് തന്നെയാണ് താങ്ക്സ് പറയേണ്ടത്. നമ്മുടെ ബസ് കുറച്ച് ദൂരെയായിരുന്നു കേട്ടോ നിർത്തിയത്, തിരക്ക് കാരണം. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നടന്നു. ഇവിടെ അടുത്തടുത്തൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു എക്കോ പോയിൻ്റ് ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങളിൽ, അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഈ ഭാഗത്ത് കുറേ എന്താ പറയുക സ്റ്റോളുകളുണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റോളുകളുണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ ഞാനും ചെറുതായിട്ട് മക്കൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ നിന്നാണ് ഉച്ചഭക്ഷണം അടിപൊളിയായിരുന്നു. നമ്മൾ കൂടാതെ തന്നെ വേറെയും കുറേ ടീംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല പൊരിച്ച ചിക്കൻ ബിരിയാണി ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫുഡ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായം. എല്ലാ ഫുഡ് കഴിച്ച എല്ലാവരും നമ്മൾ കൂടെ വന്ന എല്ലാവരും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത്. രാവിലക്കത്തായാലും ഉച്ചക്കത്തായാലും ഒക്കെ ഫുഡ് സൂപ്പറായിരുന്നു എന്നാട്ടോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് നല്ല കുറച്ച് നേരം ഇവിടെ എൻജോയ് ചെയ്ത് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് ബാക്കി സ്ഥലങ്ങളും കൂടെ കാണാൻ പോയത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഇത്രയേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നേരെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ലേഡീസ് ട്രിപ്പൊക്കെ നിങ്ങൾക്കും പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും കണ്ടക്ട് ചെയ്യുന്ന, അപ്പോൾ അതിൽ പോയി നോക്കുക. തീർച്ചയായും പുതിയൊരു അനുഭവമായിരിക്കും. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാനും എന്താ പറയുക ഒരുപാട് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ തൊട്ട് താഴെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരാം. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.